VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ശാന്തപുരം മഹല്ല് പ്രതിമാസ ഖുറാൻ ടോക്ക് അൽജാമിയ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ളക്കോയ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ ലക്ഷ്യമിടുന്ന നന്മകൾ പ്രാവർത്തികമാക്കുവാൻ അതിൻ്റെ വാഹകർ ആവശ്യമാണ്. ആ ദൗത്യമാണ് മുസ്ലിം സമൂഹത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളും ആസ്വദിക്കുന്നതോടൊപ്പം പ്രപഞ്ച സൃഷ്ടാവിന് വിധേയനായി ജീവിക്കേണ്ടവരാണ് മനുഷ്യൻ. പ്രപഞ്ചത്തിൻ്റെ ഉടമയായ ഏക ദൈവത്തെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ദൈവം പ്രവാചകരെ അയച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനും പഠനത്തിനും ചിന്തയ്ക്കുമൊപ്പം ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുകയും തദനുസാരം പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആശയങ്ങളെ ശരിയായി പ്രതിനിധീകരിക്കുക, ഖുർആനിക ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വക്രീകരിക്കാനും ഭീഷണി അത് വെച്ച് ജാമകളെ പേടിപ്പിക്കാനും നടത്തുന്ന ശ്രമങ്ങളെ ഉചിതമായ രീതിയിൽ പ്രതിരോധിക്കുക. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. ഇത്രയും ചുമതല വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് എന്ന് നാം ചുരുക്കിയിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കണം. ഖുർആനിന്റെ പതിവായ പാരായണം നിയമമനുസരിച്ച് പാരായണം ചെയ്യൽ, ഖുർആൻ പാരായണം നിശബ്ദമായി ശ്രദ്ധിച്ചു കേൾക്കൽ, ഖുർആൻ മനഃപ്പാഠമാക്കൽ, ഖുർആൻ പഠിക്കൽ, ഖുർആൻ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തൽ, ഖുർആനിക ആശയങ്ങളിൽ ഗവേഷണം നടത്തി വിജ്ഞാനത്തിന്റെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അനിവാര്യമായ ഖുർആനിക ആശയങ്ങളെ ഉരുത്തിരിച്ചെടുക്കൽ അഥവാ ഗവേഷണവും ചിന്തയും, അതുപോലെ തന്നെ ഖുർആനിനെ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഇത്രയും ശ്രമങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ വഴി നടത്തുന്ന നാനാവിധങ്ങളായ പ്രയോജനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഈ ഖുർആൻ ടോക്ക് ഉൽപ്പാദിപ്പിച്ചുകൊള്ളുന്ന ചിന്തകൾ. ശാന്തപുരം മഹല്ല് അസിസ്റ്റന്റ് ഖാദിമാരായ MT മൊയ്തീൻ മൗലവി, സക്കീർ ഹുസൈൻ തുവൂർ, ശാന്തപുരം മഹല്ല് സെക്രട്ടറി MT കുഞ്ഞലവി, തെർബിയത്ത് സെൽ സെക്രട്ടറി K മുഹമ്മദ് മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. ആഷിഖ് അബ്ദുൽ ജബ്ബാർ ഖിറാഅത്ത് നടത്തി. മഹല്ല് കാരണവർ A അബൂബക്കർ ബാപ്പു ഹാജി ഉപഹാര സമർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ.